ഹായ്, വെൽക്കം ടു കോസ്നാസ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഫിഷ് ബിരിയാണിയാണ്. സാധാരണ നമ്മളൊക്കെ ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്നതാണ്. നമ്മൾ ഉപയോഗിക്കുന്നത് അയക്കുറ, ആവോലി, ചെമ്മീൻ പോലുള്ള നല്ല വില കൂടിയ മത്സ്യം ഉപയോഗിച്ചാണ് നമ്മൾ ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്നത്. പക്ഷേ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ ഡെയിലി വീട്ടിൽ വാങ്ങിക്കുന്ന അയല ഉപയോഗിച്ചാണ്. അതിന് വേണ്ടത് 2 ഗ്ലാസ് ബിരിയാണി അരിയാണ്. 2 ഗ്ലാസ് അരി എടുത്തു കഴിഞ്ഞാൽ 4 പേർക്കുള്ള ബിരിയാണി റെഡിയാക്കിയെടുക്കാം. അത് ഞാൻ കഴുകി അരിച്ച് വെച്ചതാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് വേണ്ടത് 4 അയില നന്നായി വൃത്തിയാക്കി അതിനകത്ത് ഉപ്പും മുളകും മഞ്ഞളും കൂടി മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ കയറ്റി വെക്കാം നമുക്ക്. ഇനി ബാക്കി സാധനങ്ങൾ ഇത് മാരിനേറ്റ് ചെയ്ത് സെറ്റാകുമ്പോഴത്തേക്ക് ബാക്കി സാധനങ്ങൾ കട്ട് ചെയ്തെല്ലാം റെഡിയാക്കാം. ഒരു 5 തക്കാളി എടുത്തിട്ടുണ്ട് ഞാൻ. അതേപോലെ ഒരു 6 ഉള്ളി ചെറുതായി ചോപ്പ് ചെയ്തും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ഇതിലുള്ള ബാക്കി മസാലകളാണ്. ഇത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത്, ഇത് സ്പൈസസ്, ഇത് അണ്ടിപ്പരിപ്പ്. ഈ സ്പൈസസ് പകുതി ബിരിയാണി റൈസിനുള്ളതാണ്, ബാക്കി പകുതി നമുക്ക് മസാലയായിട്ട് പൊടിച്ചുപയോഗിക്കാനുള്ളതാണ്. ഈ അണ്ടിപ്പരിപ്പും കിസ്മിസും നമുക്ക് ആദ്യം വറുത്തെടുക്കണം. ഒരു കുക്കറിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഞാൻ അതിനകത്തോട്ട് അണ്ടിപ്പരിപ്പിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് വറുത്ത് നല്ല പാകമായി വരുന്ന സമയത്ത് മാത്രം കിസ്മിസ് കഴുകിയിട്ട് അത് ഇട്ട് കൊടുക്കാം. ഇത് 2 പ്രാവശ്യം ഒരു പാത്രത്തിൽ നെയ്യാക്കിയിട്ട് മോശമാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ആദ്യം തന്നെ ഇത് അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്ത് മാറ്റി വെക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ടാമത് ലാസ്റ്റ് ബിരിയാണി റെഡിയായി കഴിയുമ്പോൾ വറുക്കേണ്ട ആ ഒരു പണി ഒഴിവായി കിട്ടും. ഇനി നമുക്കിതൊന്ന് കോരി വേറൊരു പാത്രത്തിലേക്ക് ആക്കി വെക്കാം. അതിനുശേഷം നമ്മൾ കഴുകി വെള്ളമെല്ലാം അരിച്ച് വെച്ചിരിക്കുന്ന ആ അരി ഇട്ട് ഇതിനകത്തോട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കണം. ഇനി നമുക്ക് അരി ഇതിനകത്തോട്ടിട്ട് വറുത്തെടുക്കാം. ഇതിനകത്തോട്ട് ഞാൻ സ്പൈസസ് ചേർത്തു. ഏലക്കായ ഒരു 4 എണ്ണം, അതേപോലെ പട്ട 2 കഷ്ണം, ഗ്രാമ്പൂ, പിന്നെ ഒരു 4-5 കുരുമുളക്. കുരുമുളക് ഉണക്കി വെച്ചത്, പച്ച കുരുമുളകെല്ലാം ഉണക്കി വെച്ചത് പൊടിക്കാതെ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതെല്ലാം ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിനകത്തോട്ട് കഴുകി വെച്ച അരി ഇട്ടെടുത്ത് നന്നായി ഒന്ന് വറുത്ത് അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം. നമ്മൾ ഈ കഴുകിയെടുക്കുമ്പോൾ അതിനകത്തോട്ട് കുറച്ച് വെള്ളമെല്ലാം ബാക്കിയാവും. സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ കണക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം, ആ ഒരു കണക്കിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. നമ്മൾ ഈ അരി ഇതിനകത്തോട്ട് ഇട്ട് ഇളക്കുന്ന സമയത്ത് തന്നെ മറ്റൊരടുപ്പിൽ 4 ഗ്ലാസ് വെള്ളം വെച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കണം. അത് ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് ആ തിളച്ച വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചത്. 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം. ആ കണക്കിന് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കൃത്യമായി നമുക്കത് വെന്ത് കിട്ടും. കുക്കറിലൊരു 2 വിസിൽ വന്നു കഴിഞ്ഞ ഉടനെ തീ ഓഫ് ചെയ്യുകയും വേണം. അല്ലെങ്കിൽ ചോറ് അധികം വെന്ത് നമുക്ക് ആവശ്യത്തിന് കൊള്ളാതെ പരുവത്തിലാവും. ഇനി അതെല്ലാം വേവിച്ച് ഊറ്റിയെടുക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം വെച്ച് അത് വേവിച്ച് നമുക്ക് സാധാരണ ചോറുണ്ടാക്കുന്ന പോലെ ഊറ്റിയെടുക്കാവുന്നതാണ്. അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി ഉപ്പ് പറ്റിയോ നോക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ മൂടിയിടാം. അതിന് മുമ്പേ അതിനകത്തോട്ട് ഒരു പകുതി ലെമൺ അത് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കണം. ഈ ലെമൺ ജ്യൂസ് ഒഴിച്ച് കഴിഞ്ഞാൽ ചോറ് കുഴഞ്ഞു പോവുകയല്ല, എല്ലാ ചോറും വേറിട്ട് നിൽക്കും. സാധാരണ ബിരിയാണിയിലും നെയ്ച്ചോറിലൊക്കെ ചോറ് വേറിട്ട് നിൽക്കണം. ഇനി നമുക്കിതിൻ്റെ ഉപ്പ് മതിയായോ നോക്കിയിട്ട് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ, മതിയായിട്ടില്ല. ഇനി മൂടി അടച്ച് നമുക്കിത് വേവിക്കാം. ഇത് വെന്ത് വരുന്ന സമയത്തിനുള്ളിൽ ഫിഷ് നമുക്കിപ്പുറത്ത് റെഡിയാക്കിയെടുക്കണം. ഫിഷ് റെഡിയാക്കാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആ വെളിച്ചെണ്ണയിലോട്ട് ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കിതിനകത്തോട്ട് ഫിഷ് ഇടാം. സാധാരണ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോഴും ഇങ്ങനെ ചതച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ ഫ്രൈക്ക് ഒരു പ്രത്യേക രുചിയായിരിക്കും. നമ്മുടെ അയല അതിനകത്തോട്ട് വെച്ച് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇത് അയല ഫ്രൈ ആകുന്ന സമയത്ത് നമുക്ക് ഇതിന് വേണ്ട മസാലയും റെഡിയാക്കി എടുക്കാം. അറ്റ് എ ടൈം നമുക്ക് 3 കാര്യങ്ങളും ചെയ്യാം. എന്നാൽ വളരെ പെട്ടെന്ന് നമുക്കിത് റെഡിയായി കിട്ടും. അല്ലെങ്കിൽ ഒരു ബിരിയാണി ആക്കാൻ പറഞ്ഞാൽ കുറേ സമയം ചെയ്യേണ്ട പണിയാണ്. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിനകത്തോട്ട് ആവശ്യത്തിന് ഉള്ളി ചേർത്ത് കൊടുത്ത് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി പാകപ്പെടുത്തി എടുക്കണം. ഈ ഉള്ളി ഇടുമ്പോൾ നമ്മൾ നന്നായി കൈകൊണ്ട് തിരുമ്മി വേണം ഇടാൻ. മുറിക്കുമ്പോൾ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് വന്നിട്ടുണ്ടാവും. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് നമുക്കിത് റെഡിയായി കിട്ടില്ല. ഇങ്ങനെ കൈ കൊണ്ടൊന്ന് ഞെരടി ഇടുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ വേറൊരു
കാര്യം ഉള്ളി വറക്കുന്ന സമയത്ത് ആദ്യം തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് വെന്ത് ചുവന്ന് കിട്ടും. ഞാൻ ആദ്യം തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഇളക്കി റെഡിയാക്കി എടുക്കണം. ഇത് വെന്ത് കഴിഞ്ഞാൽ മാത്രം തക്കാളി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഫിഷ് ഫ്രൈ ഒരു സൈഡ് മൊരിഞ്ഞു, നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇനി ഈ സൈഡും കൂടെ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. നല്ല തീയിലല്ല ഇത് വെച്ചിരിക്കുന്നത്, ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കരിയുന്നെന്ന് തോന്നുകയാണെങ്കിൽ തീ കുറച്ചും കൊടുക്കണം. ആ സമയത്ത് നമ്മുടെ റൈസ് വെന്ത് ഞാൻ തീ ഓഫ് ചെയ്തു. 2 വിസിൽ വന്ന ഉടനെ ഞാൻ തീ ഓഫ് ചെയ്തു. ഉള്ളി ആവശ്യത്തിന് ചുവന്ന് കഴിഞ്ഞ് ഇതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഞാൻ ഇട്ട് കൊടുത്തു. നേരത്തെ ചതച്ച് വെച്ചതിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റി വെച്ചതാണിത്. അത് ഇട്ടെടുത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. തക്കാളി നേരിയതായി നീളത്തിൽ മുറിച്ചതാണിത്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടെ ഇളക്കേണ്ട കാര്യമില്ല. സവാളയാണെങ്കിൽ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാവുന്നതാണ് തക്കാളി. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വെന്ത് അത് കുഴഞ്ഞ ഒരു പരുവത്തിലായി കിട്ടും. ആവശ്യത്തിന് വെന്ത് കുഴഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് സ്പൈസസ് പൊടിച്ചതുണ്ട്, അത് ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് മുളക് പൊടി, കളറിന് വേണ്ടി കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും, ഉപ്പ് പറ്റിയില്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. എല്ലാം ചേർത്ത് നമ്മളെ ഉള്ളി തക്കാളി മസാല റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പൊക്കെ വിതറി ഇതിനെ റെഡിയാക്കിയെടുക്കാം. നല്ല കുഴഞ്ഞ ആവശ്യത്തിന് നല്ല കുഴഞ്ഞ പാകത്തിലായിക്കിട്ടെ. ഇവിടെ ഉള്ളിയും തക്കാളിയും ഇവിടെ റെഡിയായി കഴിഞ്ഞു. അതേസമയം മറ്റേ അടുപ്പിൽ ഫിഷ് ഫ്രൈ റെഡിയായി, റൈസും നേരത്തെ വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബിരിയാണി എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്നതിന് വ്യത്യസ്തമായി നമ്മളിത് കിഴി ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. കിഴി ബിരിയാണി എന്ന് പറഞ്ഞാൽ ബിരിയാണി ഇലയിൽ കിഴി പോലെ കെട്ടി റെഡിയാക്കി എടുക്കുന്നതാണ്. ഒരില മുറിച്ച് വന്ന് കഴുകി വൃത്തിയാക്കി അതിനൊന്ന് സ്റ്റൗവിൽ വെച്ച് വാട്ടിയെടുക്കണം. എന്നിട്ട് കുറച്ച് റൈസ് ഇടാം. ഒരാൾക്ക് എത്ര വേണ്ട അതിനനുസരിച്ച് റൈസ്, അതിൻ്റെ പകുതി റൈസ് ഇടാം. അതിന് ശേഷം മസാല ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ ഫിഷ് ഫ്രൈ വെക്കുക. വീണ്ടും മസാല ഇടാം, വീണ്ടും റൈസ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക. ആവശ്യമെങ്കിൽ കുറച്ച് ഉള്ളിയും കൂടെ നന്നായി ഫ്രൈ ചെയ്ത് അതും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനെ കിഴിയാക്കണം. എങ്ങനെ കിഴിയാക്കുന്നത് കാണിച്ചു തരാം. ഇതുപോലെ പിടിച്ച് ഈ വാഴേൻ്റെ നാരന്നെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ നാര് കൊണ്ട് നമുക്കിതൊന്ന് ഇതുപോലെ കെട്ടിക്കൊടുക്കാം. ഇനി എല്ലാം ഞാൻ 4 കിഴി ഞാൻ കെട്ടിക്കഴിഞ്ഞു. എന്നിട്ട് അത് ഒരു ഇഡ്ഡലി പാത്രത്തിനകത്തോട്ട് വെച്ച് നമുക്ക് ഒരു 10 മിനിറ്റ് ആവി കയറ്റി എടുക്കണം. 10 മിനിറ്റ് കഴിഞ്ഞ് നന്നായി ആവി കയറി നല്ല മണമൊക്കെ വരുന്നുണ്ട്. വാട്ടിയ വാഴയിലയുടെയും ബിരിയാണിയുടെയൊക്കെ മണം വരുന്നുണ്ട്. ഇനി ബാക്കി 2 കിഴിയും കൂടെ ഞാൻ ഇതേപോലെ വേവിച്ചെടുക്കുകയാണ്. നമ്മുടെ കിഴി ബിരിയാണി റെഡിയായി. ഇതിൽ ഞാൻ ഒരു കിഴി അഴിച്ച് കാണിക്കാം. നിങ്ങൾ നേരത്തെ അഴിച്ച് വെക്കാൻ പാടില്ല, കഴിക്കുന്ന സമയത്ത് മാത്രം അഴിച്ച് ചൂടോടുകൂടി ഇത് കഴിക്കണം. അതാണ് അതിൻ്റെ ടേസ്റ്റ്. അതായത് നമ്മൾ ബിരിയാണി റെഡിയാക്കി കിഴി കെട്ടി വെച്ച് കഴിക്കുന്ന സമയത്ത് ആവി കയറ്റിയാൽ മതിയാവും. 10 മിനിറ്റ് കൊണ്ട് ആവശ്യത്തിന് ആവി കയറി അത് നമ്മൾ ആവശ്യത്തിനുള്ള പാകത്തിലായി കിട്ടും. ഒരു കിഴി ഞാൻ നിങ്ങൾക്ക് അഴിച്ച് കാണിച്ചു തരാം. സാധാരണ ബിരിയാണിയിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ടേസ്റ്റിയാണ്. വാട്ടിയ ഇലയുടെ മണവും ആവിയിൽ വേവിച്ചതിൻ്റെ ആ ഒരു ടേസ്റ്റും ഒക്കെ വരും. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. വലിയ വിലയുടെ മീനൊന്നും വേണ്ട, സാധാരണ അയില വെച്ച് നമുക്കിത് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വീട്ടിൽ എളുപ്പം റെഡിയാക്കി എടുക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് എല്ലാവർക്കും ഫിഷ് ബിരിയാണി ആവട്ടെ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.